തൃശൂർ ജില്ലയിലെ അമ്പലപുരം എന്ന കൊച്ചു ഗ്രാമത്തിൽ അനിതയെയും തേടി ഞങ്ങൾ ആ ഓടിട്ട വീടിനുള്ളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പതിഞ്ഞ സ്വരത്തിൽ ആ പാട്ട് കേട്ടു. ഇരുളിന്റെ ഇതളിൽ വിടർന്നൊരു തുമ്പപ്പൂവിൻ ചിരിയായി മാറുന്ന പൊന്നോണമേ, എത്ര അർത്ഥവത്താക്കുന്നതാണ് ഈ ഗാനമെന്ന് തോന്നിപ്പോയി. ഇരുളടഞ്ഞ ജീവിതത്തിലും പാട്ട് എന്ന സ്വപ്നമായി ജീവിക്കുകയാണ് അമ്പലപുരത്തെ കുട്ടാപ്പൂ തങ്ക ദമ്പതികളുടെ 45 വയസ്സുള്ള മകൾ അനിത. ജന്മനാൽ കാഴ്ചശക്തിയില്ലാതെ പിറന്നു വീണ അനിതയ്ക്ക് ജീവിതത്തിൽ പാട്ടാണ് എല്ലാം. ഇരുളിന്റെ ഇതളിൽ വിടർന്നൊരു തുമ്പപ്പൂവിൻ ചിരിയായി മാറുന്ന പൊന്നോണമേ. ഇരുളിന്റെ ഇതളിൽ വിടർന്നൊരു തുമ്പപ്പൂവിൻ ചിരിയായി മാറുന്ന പൊന്നോണമേ. കനിവിന്റെ തമ്പുരാൻ കനകാങ്കുലികളാൽ തഴുകുന്ന പാടങ്ങളെവിടെ, എവിടെ എവിടെ തഴുകുന്ന പാടങ്ങളെവിടെ. ഇരുളിന്റെ ഇതളിൽ വിടർന്നൊരു തുമ്പപ്പൂവിൻ ചിരിയായി മാറുന്ന പൊന്നോണമേ. പുലരിയിൽ പൂക്കളെ തൊയിലുണർത്താൻ വന്ന പൊൻവെയിൽ തുമ്പികളെ, പുലരിയിൽ പൂക്കളെ തൊയിലുണർത്താൻ വന്ന പൊൻവെയിൽ തുമ്പികളെ. ഇവിടെയെങ്ങോ കണ്ടോരോണക്കിനാവിൻ്റെ ചിതം വീഴും വർണ്ണങ്ങളെവിടെ, ചിതം വീഴും വർണ്ണങ്ങളെവിടെ. ഇവിടെയെങ്ങോ കണ്ടോരോണക്കിനാവിൻ്റെ ചിതം വീഴും വർണ്ണങ്ങളെവിടെ, ചിതം വീഴും വർണ്ണങ്ങളെവിടെ. ഇരുളിന്റെ ഇതളിൽ വിടർന്നൊരു തുമ്പപ്പൂവിൻ ചിരിയായി മാറുന്ന പൊന്നോണമേ. കനിവിന്റെ തമ്പുരാൻ കനകാങ്കുലികളാൽ തഴുകുന്ന പാടങ്ങളെവിടെ, എവിടെ എവിടെ തഴുകുന്ന പാടങ്ങളെവിടെ. നെടിയൊരു ഞാലിൻ പടിയിൽ നിന്നിപ്പോഴും ആടുന്ന പൊൻ ചിങ്ങമേ, നെടിയൊരു ഞാലിൻ പടിയിൽ നിന്നിപ്പോഴും ആടുന്ന പൊൻ ചിങ്ങമേ. തളിരിടും നാണത്താൽ കവിൾ തുടിക്കുന്നൊരു തരുണിയ മുക്കുറ്റി എവിടെ, തരുണിയ മുക്കുറ്റി എവിടെ. തളിരിടും നാണത്താൽ കവിൾ തുടിക്കുന്നൊരു തരുണിയ മുക്കുറ്റി എവിടെ, തരുണിയ മുക്കുറ്റി എവിടെ. ഇരുളിന്റെ ഇതളിൽ വിടർന്നൊരു തുമ്പപ്പൂവിൻ ചിരിയായി മാറുന്ന പൊന്നോണമേ. കനിവിന്റെ തമ്പുരാൻ കനകാങ്കുലികളാൽ തഴുകുന്ന പാടങ്ങളെവിടെ, എവിടെ എവിടെ തഴുകുന്ന പാടങ്ങളെവിടെ. മനസ്സിനെ എവിടേക്കോ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ മനമുരുകി കുടിസുമുറിയിലിരുന്ന് അനിത പാടും. അമ്മയാണ് അനിതയ്ക്കെല്ലാമെല്ലാം, ഒപ്പം താങ്ങായിട്ടുള്ള വെള്ളവടിയും. വീടിന് പുറത്തു പോകുമ്പോൾ വെള്ളവടിയാണ് ഏക ആശ്രയം. എസ് ജാനകി, യേശുദാസ് എന്നിവരുടെ പാട്ടുകളാണ് ഏറെ ഇഷ്ടം. നേരം വെളുക്കുമ്പോൾ 5:30 എഴുന്നേൽക്കും. പിന്നെ TV ഓൺ ചെയ്ത് പാട്ട് കേൾക്കും. 25-ാം വയസ്സിൽ എറണാകുളത്ത് പോത്താനിക്കാട് കാഴ്ച പരിമിതിയുള്ളവർക്കായുള്ള ക്ലാസ്സിൽ പങ്കെടുത്തു. 12 വർഷം അവിടെ പഠിച്ചു. പോത്താനിക്കാടിൽ നിന്നും
ബസ്സിൽ കയറ്റിവിടാൻ പരസ്പര സഹായമില്ലാതെ വീടിനടുത്ത് അത്താണി വരെ യാത്ര ചെയ്യാൻ അനിത പഠിച്ചു. അമ്മ അനിതയെ അത്താണിയിൽ കാത്തു നിൽക്കും. അമ്മയെ ചേർത്ത് പിടിച്ചുള്ള ജീവിതമാണ് അനിതയുടേത്. കഴിയുന്ന പോലെ അമ്മയെ സഹായിക്കും. ഭക്ഷണം പാകം ചെയ്യാൻ അമ്മയെ സഹായിക്കും. വീടും പരിസരവും വൃത്തിയാക്കും. ഒരു വലിയ ഗായിക ആകുക എന്നുള്ളതാണ് ഏറെ നാളായി മനസ്സിൽ കുറിച്ചിട്ട ആഗ്രഹം. അതിന് കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഈ 45-കാരി. സ്വന്തം മനക്കരുത്തും വീട്ടുകാരുടെയും നാട്ടുകാരുടെയും പ്രോത്സാഹനവും കൂടിച്ചേരുമ്പോൾ ഇത് യാഥാർത്ഥ്യമാകുമെന്ന ഉറപ്പിലാണ് അനിത. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.